ഹായ് എവരി വൺ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോണസ് ഇഷ്യൂവിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ അതിൻ്റെ ജേണൽ എൻട്രീസും പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരുന്നത്, ഫുള്ളി പെയ്ഡപ്പ് ആണ് എങ്ങനെ എൻട്രി വരുന്നുള്ളത്, അത് കുറച്ചും കൂടെ ക്ലിയർ ആകാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിന് സമയമുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്കത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഒരു മിനിമം ഐഡിയ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വളരെ ഈസിയാണ്. Following items appear in the trial balance of A Limited as on 31st March 2020. 40,000 equity shares of rupees 10 each, rupees 7.5 paid, partly paid up ആണ് 3 lakh. അത് 2.5 രൂപ വെച്ച് 40,000 ഷെയറിന് 1 ലക്ഷം രൂപ കിട്ടാനുണ്ട്. 60,000 equity shares of rupees 10 each, 6 lakh. Capital redemption reserve 1,50,000 നമുക്ക് ഇത് ഫുള്ളി പെയ്ഡ് ബോണസ് ഇഷ്യൂന് ഉപയോഗിക്കാം. പ്ലാൻ റിവാലുവേഷൻ റിസർവ് പറ്റില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഫുള്ളി പെയ്ഡ് അപ്പിന് ഉപയോഗിക്കാം. ജനറൽ റിസർവ് 1 lakh. സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ 2 ഫ്രീ റിസർവ് ആണ്. ക്യാപിറ്റൽ റിസർവ് തൽക്കാലം നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. The company decided to convert the partly paid equity shares into fully paid shares by way of bonus and to issue bonus shares to the holders of fully paid up shares in the same ratio. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകേണ്ട ഒരു പോയിന്റ് ആണ്. പാസ്റ്റ് ജേണൽ എൻട്രീസ് ഇറ്റ് ഈസ് ഡിസൈഡ് ദാറ്റ് ദർ ഷുഡ് ബി മിനിമം റിഡക്ഷൻ ഇൻ ഫ്രീ റിസർവ്. അപ്പോൾ ഫ്രീ റിസർവ് നമുക്ക് ഇത് രണ്ടും എത്രയാണോ വേണ്ടത് അതിൻ്റെ കുറച്ച് നമുക്ക് രണ്ടിലും കുറച്ച് എമൗണ്ട് ഒന്ന് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ എത്ര എമൗണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഉചിതമായിട്ട് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് ആദ്യം പാർട്ട്ലി പെയ്ഡപ്പിന്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. പാർട്ട്ലി പെയ്ഡപ്പ് വന്നിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ് മൊത്തം കിട്ടേണ്ടിയിരുന്നത് അല്ലേ. ഞാനിവിടെ ഒന്ന് ഇങ്ങനെ എഴുതി പോവാണ്, നമുക്കൊന്ന് മനസ്സിലാക്കി പോകാനായിട്ട്. അതിൽ എത്ര കിട്ടിയിരിക്കുന്നത്? 3 ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത്. എത്രയും കൂടി ഇനി കിട്ടാനുണ്ട്, മീൻസ് കൺവേർട്ട് ചെയ്യാനായിട്ടുണ്ട്. 1 ലക്ഷം രൂപയും കൂടെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അതായത് നമ്മൾ പറയാം 3 ലക്ഷം രൂപ ഷെയർ ഹോൾഡേഴ്സിന് 1 ലക്ഷം രൂപ കമ്പനി കൊടുക്കുവാണ്. അതായത് ഓരോ 3 രൂപയ്ക്കും കമ്പനി ഒരു അഡീഷണൽ രൂപ വെച്ച് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസുകാരെ ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിനും ആ റേഷ്യോ തന്നെ പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ റേഷ്യോ പാലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫുള്ളി പെയ്ഡപ്പിന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഏതായിരിക്കും? 3:1. 3 ഷെയർ ഉള്ള ആൾക്ക് 1 ഷെയർ. 60,000 ഷെയർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എത്ര ഷെയർ വരെ കൊടുക്കാൻ പറ്റും? നമുക്ക് കാൽക്കുലേഷൻ ഇങ്ങനെയാണ്, 60,000 ഡിവൈഡഡ് ബൈ 3 into 1. വൺസ് അഗെയിൻ 60,000 ആണ് ഷെയർ എങ്കിൽ is equal to 60,000 divided by 3 into 1. 20,000 ഷെയർസ് ആണ്. ഇൻറ്റു ₹10 എന്ന് പറയുമ്പം 2 lakh rupees ആണ് നമുക്ക് അവിടെ വേണ്ടി വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഫുള്ളി പെയ്ഡപ്പിന് വേണ്ടി വേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ ഇതൊരു വർക്കിംഗ് നോട്ടായിട്ട് നിങ്ങൾ കാണുക, റേഷ്യോ 3:1 എന്നുള്ളത് വർക്കൗട്ട് ചെയ്തെടുക്കുക. 3 lakh is to 1 lakh. Same ratio to be applied. Hence, the number of shares to be issued for fully paid up shares will be 20,000. That is 60,000 divided by 3 into 1. At the rate of ₹10 each, 2 lakh amount to be transferred. ഇപ്പോൾ നമുക്കിവിടെ പാർട്ട്ലി പെയ്ഡപ്പിന് 1 ലക്ഷമാണ്. അപ്പോൾ പാർട്ട്ലി പെയ്ഡപ്പിന് നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ എൻട്രി എന്താ വരുന്നത്? ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമുക്കൊന്ന് നോക്കാം. നോക്കി, ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര രൂപയാണ് വേണ്ടത്? 1 lakh. നറേഷൻ ഫൈനൽ കോൾ ഡ്യൂ ഓൺ 40,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹2.5 ഈച്ച്. ഇനി അടുത്ത് വരുന്നത് എന്താണ്? നമുക്ക് ഇവിടുന്ന് എത്ര രൂപയാണ് റിസർവ് എന്നൊക്കെ മാറ്റാന്ന്. ഇവിടെ നമുക്ക് ഫ്രീ റിസർവ് എന്ന് പറയുന്ന 2 ഐറ്റമാണ്. ജനറൽ റിസർവ് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡിലുണ്ട്. നമുക്ക് മൊത്തം വേണ്ടത് 1 ലക്ഷം രൂപയാണ് അല്ലേ. 1 ലക്ഷമാണ് ബോണസ് ഇഷ്യൂ ആയിട്ട് നടത്തേണ്ടത്. അതിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജനറൽ റിസർവിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. നമുക്ക് ഇതിനകത്തുനിന്നൊരു 60,000 രൂപയും സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡിനകത്തുനിന്ന്
അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡിൽ നിന്ന് നമുക്ക് ഒരു 60,000 രൂപയും ഇതിൽ നിന്ന് ഒരു 40,000 രൂപയും ജനറൽ റിസർവിൽ നിന്ന് ഒരു 40,000 നമുക്ക് ഉപയോഗിക്കാം. സോ ജനറൽ റിസർവ് 40,000, സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡിൽ നിന്ന് 60,000. So entry will be general reserve account debtor, statement of P&L account debtor, 2 bonus to shareholders 1 lakh. ഇവിടെ നമുക്ക് നറേഷനിൽ കൊടുക്കാം ജനറൽ റിസർവും അതുപോലെ തന്നെ ആൻഡ് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ റിസർവ്സ് യൂട്ടിലൈസ്ഡ് ഫോർ ബോണസ് ഇഷ്യൂ. ഫ്രീ റിസർവ് യൂട്ടിലൈസ്ഡ് ഫോർ ബോണസ് ഇഷ്യൂ ടു partly paid up shares. ഓക്കെ, ഇനി എന്താ നമ്മുടെ അടുത്ത് വരുന്ന ഇത് ഈ 2 എൻട്രി എഴുതുവാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് തരാം. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക, ഇക്വിറ്റി ഷെയർ ഫൈനൽ കോളിനെ ക്രെഡിറ്റ് ചെയ്യുക. അത് മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എൻട്രി വിൽ ബി 1 lakh. ഇനി ഫുള്ളി പെയ്ഡപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് 2 എൻട്രിയുടെ ആവശ്യമുള്ളൂ. ഫസ്റ്റ് എൻട്രി ജനറൽ റിസർവിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് ജനറൽ റിസർവ് അല്ല, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ നിന്നും അതുപോലെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് നമുക്ക് എമൗണ്ട് ഉപയോഗിക്കാവുന്നതാണ്. മൊത്തം വേണ്ടത് എത്രയായിരുന്നു? 2 ലക്ഷം രൂപയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ എത്ര രൂപയുണ്ടോ നോക്കി, 1,50,000, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 60,000 രൂപയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, CRR 1.5 എടുത്തിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 50,000 രൂപ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, so CRR account debtor 1,50,000, സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത് 50,000, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 2 lakh ആണ്. ബോണസ് ഷെയർസ് ഡിക്ലെയർ ടു ഫുള്ളി പെയ്ഡ് ഷെയർസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം ഇൻ ദ റേഷ്യോ ഓഫ് 3:1. ഇനിയും ഈ വന്നിരിക്കുന്ന ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എൻട്രിയാണ് ലാസ്റ്റ് എൻട്രി വരുന്നത് 2 ലക്ഷം രൂപയ്ക്ക്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakh. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ആ തിയറിയും ഇതും കൂടെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഇട്ടേക്കുക, ഞാനത് മറുപടി റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.